എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമ, ഓം ശ്രീ ഋഷിഭ്യോ നമ, ഓം ശ്രീ പരമഋഷിഭ്യോ നമ, ഓം ശ്രീ പരാശക്തിയൈ നമ. ഋഗ്വേദം 1-ാം അധ്യായത്തിൽ 190-ാമത്തെ മന്ത്രമാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. യേ ശുഭ്രാഘോരവർപ്പസ സുക്ഷത്രാസോരിഷാദസ മരുദ്ഭീരഗ്ന ആഗഹി. അന്വയം: ഏ മരുത ശുഭ്രാ ഘോരവർപ്പസ സുക്ഷത്രാസ രിഷാദസ ഹേ അഗ്നേ തൈഹി മരുൽഭീസഹ ആഗഹി. ശുഭാ ശോഭനസ്വരൂപന്മാർ, സുന്ദരന്മാരായിട്ടുള്ളവർ എന്നർത്ഥം. ഘോരവർപ്പസ ഉഗ്രസ്വരൂപികൾ. സുക്ഷത്രാസ ഐശ്വര്യപൂർണമായ ധനത്തോടു കൂടിയവൻ, പാപരഹിതമായ ധനത്തോടു കൂടിയവൻ എന്നർത്ഥം. രിഷാദസ ശത്രുഹന്താക്കൾ. അർത്ഥം: ദേവതാസ്വരൂപങ്ങളായിട്ടുള്ള മരുത്തുക്കൾ പ്രകാശവാന്മാരും ഉഗ്രസ്വരൂപികളും ഐശ്വര്യപൂർണമായ ധനത്തോടു കൂടിയവരും ശത്രുഹന്താക്കളും ആകുന്നു. ആരാണ്? ദേവതാസ്വരൂപങ്ങളായിട്ടുള്ള മരുത്തുക്കൾ. അവ പ്രകാശവാന്മാരും ഉഗ്രസ്വരൂപികളും ഐശ്വര്യപൂർണമായ ധനത്തോടു കൂടിയവരും ശത്രുഹന്താക്കളും ആകുന്നു. അതിശക്തന്മാരും പ്രചണ്ഡസ്വരൂപികളും ഐശ്വര്യദാതാക്കളും വരദാനം നൽകുന്നവരും ശത്രുക്കളെ, ഉപാസകന്മാരായിട്ടുള്ളവരുടെ ശത്രുക്കളെ, ബാഹ്യവും ആന്തരികവുമായ ശത്രുക്കൾ. ബാഹ്യമായ ശത്രുക്കൾ നമ്മെ ആക്രമിക്കാൻ വരുന്നവരാണ്. ആന്തരികമായ ശത്രുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള നീചഭാവങ്ങളാണ്. അസൂയ, കുനിഷ്ട്, കുന്നായ്മ, വഞ്ചന, കാപട്യം മുതലായിട്ടുള്ള നമ്മുടെ മനസ്സിനകത്തുള്ള മോശമായിട്ടുള്ള സ്വഭാവങ്ങളാണ്, മോശമായിട്ടുള്ള വികാരങ്ങളാണ് ഇവിടെ മാനസികമായ ശത്രുക്കൾ, ആന്തരികമായ ശത്രുക്കൾ എന്ന് പറയും. ആ ആന്തരികവും മാനസികവുമായിട്ടുള്ള ശത്രുക്കളെ ഇല്ലാതാക്കുന്ന, എന്നിട്ടോ മോക്ഷത്തിലേക്ക് നയിക്കുന്നവരാണ്. ബാഹ്യമായ ശത്രുക്കളെയും ആന്തരികമായ ശത്രുക്കളെയും ഇല്ലാതാക്കിയിട്ട് മാനവരാശിയെ മോക്ഷത്തിലേക്ക് നയിക്കുന്നവരാണ് സപ്തമരുത്തുക്കൾ. ആ മരുത്തുക്കളോടൊപ്പം അല്ലയോ അഗ്നിദേവ, അങ്ങ് യാഗവേദിയിലേക്ക് ആഗതനായാലും. ഇതാണ് മന്ത്രത്തിന്റെ സാരം. ഈ രംഗം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.